ഭൂമിയുടെ 70% കടലാണ്. ബാക്കി വരുന്ന 30% മാത്രമാണ് നാം ജീവിക്കുന്നത്. അതിൽ തന്നെ സമുദ്രത്തിന്റെ 5% മാത്രമാണ് നമുക്കറിയാവുന്നത്. ബാക്കി വരുന്ന 95% ഭാഗങ്ങളും ഇന്നും നമുക്കറിയില്ല. എങ്കിലും ഇതുവരെ ലഭ്യമായ അറിവുകൾ വെച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്കൊരു യാത്ര പോയാൽ എങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 10 മുതൽ 14 അടി വരെ താഴ്ചയിലാണ് പോളാർ ബിയറുകൾ ഏരിയയെ തേടി പോകുന്ന ശരാശരി ആഴം. ഇവിടെ നിന്ന് അങ്ങോട്ട് സൺലൈറ്റ് സോൺ ആരംഭിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് കടലിലെ ഭൂരിഭാഗം മത്സ്യങ്ങളും ജീവിക്കുന്നത്. കുറച്ചുകൂടി താഴെ 650 അടി മുതലാണ് അടുത്ത ഭാഗമായ ടിൻഡേജ് സോൺ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. ഈ ആഴങ്ങളിൽ കണ്ടുവരുന്ന ഭയാനകമായ ജീവിയാണ് ജാപ്പനീസ് സ്പൈഡർ ക്രാബുകൾ. വീണ്ടും താഴേക്ക് പോകുമ്പോൾ 1660 അടി താഴ്ച വരെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം സഞ്ചരിച്ചിട്ടുള്ള മാക്സിമം ആഴം. ഇതിന് താഴേക്ക് ഇവ പോകാറില്ല. കാരണം അന്തരീക്ഷവായു നേരിട്ട് ശ്വസിച്ചാണ് ഇവ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്വസിക്കാൻ വേണ്ടി കടലിന്റെ ഉപരിതലത്തേക്ക് ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. എന്നാൽ 1800 അടി താഴെ വരെ പെൻഗ്വിനുകൾ ഇര തേടി വരാറുണ്ട്. ഈ ആഴങ്ങളിൽ മനുഷ്യന്റെ ശ്വാസകോശം വരെ തകർന്നു പോകാനുള്ള മർദ്ദമുണ്ട്. പക്ഷെ പെൻഗ്വിനുകൾ ഇവയൊക്കെ തരണം ചെയ്യുന്നു. 2730 അടി കഴിയുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ പോലും പൂർണ്ണമായും മുങ്ങുന്ന ആഴമെത്തുന്നു. ഈ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഭയാനകമായ ജീവിയാണ് ജയന്റ് സ്ക്വിഡുകൾ. മനുഷ്യനേക്കാൾ 7 ഇരട്ടിയോളം വലുപ്പമുള്ള ഇവയുടെ പ്രധാന ശത്രു തിമിംഗലത്തിൽപ്പെട്ട സ്പേം വേലുകളാണ്. ജയന്റ് സ്ക്വിഡും സ്പേം വേലുമായുള്ള മൽപ്പിടുത്തം ഭയാനകമായൊരു കാഴ്ച തന്നെയാണ്. 3330 അടി ആഴം മുതൽ മിഡ് നൈറ്റ് സോൺ ആരംഭിക്കുന്നു. സൂര്യപ്രകാശം ഒരു തരി പോലും എത്താത്ത പ്രദേശമാണിത്. അതായത് പൂർണ്ണമായും ഇരുട്ട് നിറഞ്ഞ പ്രദേശം. ഇവിടെ ജീവിക്കുന്ന പല ജീവികൾക്കും സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. ഇതിനെ ബയോലുമിനിസെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിനും താഴെ 5500 അടി താഴ്ച വരെ എലഫന്റ് സീലുകൾ ഇര തേടി വരാറുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയാനകവും അതിശയപരമായ പല ജീവികളെയും കാണാൻ കഴിയും. അവയിലൊന്നാണ് ജീവനുള്ള ഫോസിൽ എന്നറിയപ്പെടുന്ന ഗ്ലോബിൻ ഷാർക്ക്. ശരീരത്തിലെ ബയോലുമിനസ് സംവിധാനം ഉപയോഗിച്ച് ഇരയെ ആകർഷിക്കുന്ന ആംഗുലർ ഫിഷ്, പൂർണ്ണമായും ട്രാൻസ്പെറന്റ് ആയ ടെലസ്കോപ്പ് ഓക്ടോപസ്, അങ്ങനെ ഒരുപാട് ജീവികൾ. വീണ്ടും താഴേക്ക് പോകുമ്പോൾ 12600 അടി താഴ്ചയിലാണ് ടൈറ്റാനിക് എന്ന കപ്പൽ ഇപ്പോഴുള്ളത്. 13000 അടി മുതൽ അബിസൽ സോൺ ആരംഭിക്കുന്നു. വെള്ളം ഐസാകുന്നതിന് തൊട്ട് മുകളിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. അതുപോലെ ഇവിടുത്തെ പ്രഷർ ഉപരിതലത്തേക്കാൾ 600 ഇരട്ടി കൂടുതലാണ്. വീണ്ടും താഴേക്ക് പോകുമ്പോൾ 20000 അടി മുതൽ ഹഡൽ സോൺ ആരംഭിക്കുന്നു. ഇന്നും നിഗൂഢമായി തുടരുന്ന പ്രശസ്തമായ മറിയാന ട്രെഞ്ച് ഈ മേഖലയിലാണ്. മറിയാന ട്രെഞ്ചിന്റെ താഴ്ച എന്ന് പറയുന്നത് 11 കിലോമീറ്ററോളമാണ്. ഇതാണ് മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം. ഈ ആഴത്തിന്റെ ഭീകരത അറിയാനായി ഒരു ഉദാഹരണം പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. 50 കിലോമീറ്ററോളമാണ് മൗണ്ട് എവറസ്റ്റിന്റെ നീളം. ഈ ഏറ്റവും വലിയ കൊടുമുടി തിരിച്ചു വച്ചാൽ പോലും മറിയാന ട്രെഞ്ചിന്റെ താഴ്ഭാഗത്ത് എത്താൻ കഴിയില്ല. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഉപരിതലത്തേക്കാൾ 1600 മടങ്ങ് കൂടുതലാണ്. ഈ ഒരു പ്രഷറിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ബോട്ടിൽ ചളുക്കുന്നത് പോലെ തകർത്ത് കളയാനാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവൻ നിലനിർത്തുക എന്നത് അസാധ്യമാണ്. എന്നിരുന്നാലും ഈ ഒരു മേഖലയിൽ വംശനാശം സംഭവിച്ച പല ജീവികളും ജീവിക്കുന്നുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്.